Hi all, welcome to Competitive Cracker. എൻ്റെ പേര് അനുശ്രീ. അപ്പം നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷ എത്തിക്കഴിഞ്ഞു. മെയ് 24 പരീക്ഷ. അപ്പം ഇനി വളരെ ചുരുങ്ങിയ ഡേയ്സ് കൂടിയേ ഉള്ളല്ലേ. അപ്പം ഈ ദിവസങ്ങളിൽ ഇനി ഒരു 10ഓളം ദിവസങ്ങളെ നമ്മുടെ മുന്നിലുള്ളൂ. അപ്പം ഈ ദിവസങ്ങളിൽ നമ്മൾ എങ്ങനെ എഫിഷ്യൻ്റ് ആയിട്ട് പഠിക്കണം, ഏതൊക്കെ ടോപ്പിക്സ് പഠിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പം നമ്മൾ 2021 തൊട്ടിട്ട് 2024 വരെ 11ഓളം എക്സാംസ് ആണ് നടന്നിട്ടുള്ളത്. അപ്പോൾ ആ 11ഓളം എക്സാംസിനെ അനലൈസ് ചെയ്തിട്ട് ഏതൊക്കെ ടോപ്പിക്കാണ് റിപ്പീറ്റഡ് ആയിട്ട് വന്നതെന്ന് നോക്കിയിട്ടുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും ഇന്നത്തെ ക്ലാസ്സിൽ. അപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്? അപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ മെയിനായിട്ടും ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ PYQ ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക്സുകളെല്ലാം നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്, ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ NCERT SCERT ടെക്സ്റ്റ് ബുക്കുകളിലെ പ്രധാനപ്പെട്ട ചാർട്ടുകളും ടേബിൾസുകളും നിങ്ങൾ എന്ത് ചെയ്യണം, സ്പെഷ്യലായിട്ടൊന്ന് ഫോക്കസ് ചെയ്യണം. അതൊക്കെ ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്ത് പോകണം. അതുപോലെ തന്നെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം അല്ലെ, MEMൻ്റെ ഒരു പ്രാധാന്യത്തെപ്പറ്റി നമ്മൾ എല്ലാ ക്ലാസ്സുകളിലും ഡിസ്കസ് ചെയ്യാറുള്ളതാണ്. ഇതൊരു പ്രിലിമിനറി പരീക്ഷയാണ്. നിങ്ങളിവിടെ ഫോക്കസ് ചെയ്യേണ്ടത് ഹയസ്റ്റ് മാർക്ക് വാങ്ങിക്കുക എന്നുള്ളതല്ല, നമ്മൾ കട്ട് ഓഫ് കിടക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ മുന്നേ പറഞ്ഞ ആ ഒരു 11 എക്സാംസ് എടുത്ത് നോക്കിയാലും അതിൻ്റെ കട്ട് ഓഫ് എപ്പോഴും വരുന്നത് 50നും 55നും ഇടയിലാണല്ലേ. 50ന് മുകളിലോട്ടേക്ക് കട്ട് ഓഫ് അധികം പോയിട്ടില്ല. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഈ ഒരു 55നും 60നും അല്ലെങ്കിൽ 50ന് മുകളിലോട്ട് മാർക്ക് സ്കോർ ചെയ്താൽ തന്നെ നിങ്ങൾ സേഫ് സോണിലായിരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ മലയാളം, ഇംഗ്ലീഷ്, മാത്സ് എന്നുള്ള ഭാഗത്ത് നമുക്ക് വെയിറ്റേജ് വരുന്നത് എത്ര മാർക്കാണ്? 50 മാർക്കാണ്. സോ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഫോക്കസ് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു 45ന് മുകളിലോട്ടോ അല്ലെങ്കിൽ 40 മുതൽ 45 മാർക്ക് വാങ്ങാൻ സാധിക്കുകയാണെങ്കിൽ നമ്മൾ സേഫ് സോണിലായി. പിന്നെ നമ്മൾ GK പോർഷൻ്റെ അവിടെ നിന്നൊരു 25 അല്ലെങ്കിൽ 30 മാർക്കോളം വാങ്ങിച്ചാൽ മതി. അല്ലെങ്കിൽ ഒരു 25 മാർക്കോളം നിങ്ങൾക്ക് അവിടെ വാങ്ങാൻ കഴിഞ്ഞാൽ തന്നെ നമുക്ക് 65 മാർക്കിനടുത്ത് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നമ്മൾ സേഫ് സോണിലാകും. അപ്പം കട്ട് ഓഫ് കിടക്കുക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ ഈ ഒരു കട്ട് ഓഫ് കിടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയ ആണ് എന്തെന്ന് പറയുന്നത് ഈ മാത്സ്, മലയാളം, ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ട് മാക്സിമം വർക്കൗട്ട് ചെയ്യുക. പ്രത്യേകിച്ച് ഈ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എന്നുള്ള ഏരിയ നിങ്ങൾക്ക് എത്ര വർക്കൗട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും വർക്കൗട്ട് ചെയ്യുക. ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ആ ദിവസങ്ങളിൽ അത്രയും നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് പോവുക. അതുപോലെ തന്നെ മോഡൽ എക്സാംസ് ഇനിയിപ്പോൾ ഒരു 10 ദിവസം ഉണ്ടെങ്കിൽ ആ 10 ദിവസത്തിൽ ഒരു 2ഓ 3ഓ മോഡൽ എക്സാംസും കൂടി നിങ്ങളൊന്ന് എഴുതി നോക്കുക. നിങ്ങളുടെ മാർക്കിൽ എന്തെങ്കിലും ഡിഫറൻസസ് വരുന്നുണ്ടോ എന്ന് നോക്കുക. നിങ്ങൾ തെറ്റിപ്പോകുന്ന ഭാഗം ഏതാണെന്ന് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ മുന്നേ പറഞ്ഞതുപോലെ 2021 തൊട്ടിട്ട് 24 വരെ നമുക്ക് ടോട്ടൽ 11 എക്സാംസ് നടന്നു. 21 2 ഫേസസ് ആയിട്ടാണ് നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷ നടന്നത്. 2022 3 ഫേസസ് ആയിട്ടാണ് നടന്നത്. 2023 3 ഫേസസും 2024 ഇപ്പം ലേറ്റസ്റ്റ് കഴിഞ്ഞത് 3 ഫേസസുമായിട്ട് ഇങ്ങനെ ടോട്ടൽ 11 ഫേസസ് ആയിട്ടാണ് നമ്മുടെ എക്സാംസ് നടന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 11 ഫേസസിനെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ ഏറ്റവും റിപ്പീറ്റ് ആയിട്ട് തോന്നിയ ഭാഗങ്ങളാണ് ഈ ചാർട്ടിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം ഹിസ്റ്ററിയുടെ ഭാഗത്ത് നിങ്ങൾ നോക്കിക്കേ, അറൈവൽ ഓഫ് യൂറോപ്യൻസ് ഈ ഒരു ഭാഗത്ത് നിന്ന് PSC 3 തൊട്ട് 4 വരെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ പോർച്ചുഗീസുകാരുടെ കോൺട്രിബ്യൂഷൻ, ഡച്ചുകാരുടെ കോൺട്രിബ്യൂഷൻ, അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ കോൺട്രിബ്യൂഷനും ആ സമയത്തുണ്ടായ 5 തെങ്ങ് കലാപം, ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കുന്നത്. വെളുത്തമ്പി ദളവയുടെ ഭാഗത്തു നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോക്കസ് കൊടുക്കുക. പിന്നെ പറയാനാണെങ്കിൽ ട്രാവൻകൂർ ഹിസ്റ്ററി അല്ലേ, ഈ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങൾ നോക്കിക്കേ 6 മുതൽ 7 വരെ ക്വസ്റ്റ്യൻസ് ആണ് PSC ചോദിച്ചിരിക്കുന്നത്. മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്ര തിരുനാൾ വരെയുള്ള രാജാക്കന്മാരിൽ എടുത്തു ചോദിച്ചിരിക്കുന്നത് മാർത്താണ്ഡവർമ്മയെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ നമ്മുടെ സ്വാതി തിരുനാളിന്റെ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ട്രാവൻകൂർ കിങ്സിൽ തന്നെ വുമൺ റൂളേഴ്സിനെ PSC എടുത്തു ചോദിച്ചിട്ടുണ്ട്. ഗൗരി പാർവതിബായിനെയൊക്കെ എടുത്തു ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ആ ഒരു ഏരിയ ഒക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ഫോക്കസ് കൊടുത്ത് പഠിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയയാണ് നാഷണൽ മൂവ്മെന്റ്സ് ഇൻ കേരള എന്നുള്ളത്. ഇവിടെ നിന്നും PSC 3 തൊട്ട് 4 വരെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പം ആ ഏരിയയിലെ പ്രധാനപ്പെട്ട മൂവ്മെന്റുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് നോക്കിയിട്ട് പോവുക. പിന്നെ പറയാനുള്ളത് സോഷ്യൽ ആൻഡ് റിലീജിയസ് റീഫോം മൂവ്മെന്റ്സ് ആണ്. നമ്മൾ PSCയുടെ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും ഈ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലേ. നോക്കിക്കേ 10 മുതൽ 13 ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഈ ഒരു 11 ഫേസസിൽ നടന്ന എക്സാംസിൽ ചോദിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ചട്ടമ്പി സ്വാമികൾ പോലെയുള്ള നവോത്ഥാന നായകന്മാരെ പറ്റി എടുത്ത് PSC ചോദിച്ചിട്ടുണ്ട്. അവിടെ നിങ്ങൾ ഫോക്കസ് കൊടുക്കുക. പിന്നെ ഹിസ്റ്ററിയിലെ തന്നെ ഇന്ത്യൻ ഹിസ്റ്ററിയിലേക്ക് വരുമ്പോൾ നമ്മുടെ മെഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട്. അവിടെ തന്നെ മുഗൾസിനാണ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. മുഗൾസിൽ തന്നെ അക്ബറിന്റെ ഭരണ പരിഷ്കാരങ്ങൾ
ഭാഗങ്ങളൊക്കെ നിങ്ങളൊന്ന് കൂടുതലായിട്ടും ഫോക്കസ് കൊടുക്കുക. അവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. 8 മുതൽ 10 വരെ ക്വസ്റ്റ്യൻസോളം ആ ഒരു ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. പിന്നെ മെഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി കഴിഞ്ഞ് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിലോട്ടേക്ക് കിടക്കുമ്പോൾ നമ്മുടെ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷ് ഉണ്ടല്ലേ, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷ് ആ ഒരു ഏരിയയും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഫോക്കസ് കൊടുക്കുക. അവിടെ നിന്നും 8 മുതൽ 10 വരെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അടുത്തത് റിവോൾട്ട് ഓഫ് 1857 എന്നുള്ള ഭാഗമാണ്. ഈ ഒരു ഭാഗത്ത് നിന്ന് എപ്പോഴും PSC ചോദ്യം ചോദിക്കാറുണ്ട്. പ്രധാനപ്പെട്ട ലീഡേഴ്സും അവർ വരുന്ന പ്ലേസസും ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. അപ്പം റിവോൾട്ട് ഓഫ് 1857 നിങ്ങളൊന്ന് ഫോക്കസ് കൊടുക്കണം. അതുപോലെ തന്നെ ഫോർമേഷൻ ഓഫ് INC രൂപീകരിച്ച സമയത്തെ പ്രധാനപ്പെട്ട ഇൻസിഡൻസും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നോക്കി വെച്ചേക്കുക. ആ ഒരു ഭാഗത്ത് നിന്ന് 5 മുതൽ 6 വരെ ക്വസ്റ്റ്യൻസ് PSC ചോദിച്ചിട്ടുണ്ട്. അടുത്തതാണ് നമ്മുടെ ഗാന്ധിയൻ ഇറ. ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഏരിയ എന്ന് പറയുന്നത് ഗാന്ധിയൻ ഇറയാണ്. ഗാന്ധി വന്നത് എപ്പോഴായിരുന്നു? 1916. 1916 തൊട്ടിട്ട് 47 വരെയുള്ള കാലഘട്ടം നിങ്ങൾ മസ്റ്റായിട്ടും പഠിച്ചു വെക്കണം. ഗാന്ധിയുടെ പ്രധാനപ്പെട്ട മൂവ്മെന്റ്സും നിങ്ങൾ എന്ത് ചെയ്യുക, മസ്റ്റായിട്ടും പഠിച്ചു വെക്കുക. ആ ഒരു ഭാഗത്ത് നിന്ന് ഏകദേശം 6 മുതൽ 8 വരെ ക്വസ്റ്റ്യൻസ് PSC ചോദിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയയാണ്, നമ്മളിനി വേൾഡ് ഹിസ്റ്ററിയിലേക്ക് കിടക്കുകയാണ്. വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ശരിക്കും സ്കോർ ചെയ്യാൻ ഈസി ആയിട്ടുള്ള മേഖലയാണ്. കാരണം നമുക്ക് അവിടെ പഠിച്ചെടുക്കാൻ ഒരുപാട് വലിച്ചു വാരി നിങ്ങൾ പഠിക്കേണ്ട. അവിടെ തന്നെ നമ്മുടെ റെവല്യൂഷൻസ് എന്നുള്ള ടോപ്പിക് ഉണ്ട്. റെവല്യൂഷൻസ് എന്നുള്ള ടോപ്പിക്കിൽ തന്നെ അമേരിക്കൻ റവല്യൂഷൻ, ഫ്രഞ്ച് റവല്യൂഷൻ, അതുപോലെ തന്നെ ഇംഗ്ലണ്ടിലെ റവല്യൂഷൻ, ഈ ഒരു 3 റവല്യൂഷൻസ് ഫോക്കസ് ചെയ്ത് പഠിക്കുക. അവിടെ നിങ്ങൾക്ക് 11 തൊട്ട് 12 വരെ ക്വസ്റ്റ്യൻസ് കാണാൻ വേണ്ടി സാധിക്കും. സോ ആ ഒരു ഏരിയ നിങ്ങൾ മസ്റ്റായിട്ടും പഠിച്ചു പോകണം. ഹിസ്റ്ററി പഠിക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടതും ഈ ഒരു റെവല്യൂഷൻ എന്നുള്ള ഏരിയ തന്നെയാണ്. അടുത്ത പ്രധാനപ്പെട്ട ഏരിയ ആണ് UNO എന്ന് പറയുന്നത്. UNO എന്നുള്ള ഭാഗത്തു നിന്നും PSC ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അത് കറന്റ് അഫേഴ്സ് ബേസ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. 3 മുതൽ 4 വരെ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഈ ഒരു ഭാഗത്തു നിന്ന് PSC ചോദിച്ചിട്ടുള്ളത്. സോ നിങ്ങൾ ഹിസ്റ്ററി എന്നുള്ള മേഖലയിൽ നിന്ന് അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞത് നിങ്ങൾ ഇത്രയും ടോപ്പിക്കുകളെങ്കിലും ഒന്ന് പഠിച്ചിട്ട് പോവുക. ഞാനിവിടെ പറഞ്ഞതിൽ എടുത്തു പറയാനുള്ളതിരിക്കും വേൾഡ് റവല്യൂഷൻസ് എന്നുള്ള ഭാഗമാണ്. ഇത് നിങ്ങൾ പഠിക്കാതെ പോവരുത്. ഇനി ജോഗ്രഫിയിലേക്ക് വരുമ്പോൾ നമുക്ക് 3 ജോഗ്രഫി പഠിക്കാനുണ്ട്. കേരള ജോഗ്രഫി, ഫിസിക്കൽ ജോഗ്രഫി, അതുപോലെ തന്നെ ഇന്ത്യൻ ജോഗ്രഫി. ഈ 3 ജോഗ്രഫി നമുക്ക് പഠിക്കാനാണെങ്കിൽ ഒരുപാട് വാരി വലിച്ച് പഠിക്കാനുണ്ട്. നമുക്ക് തീരില്ല, സിലബസ് കംപ്ലീറ്റ് ചെയ്യാനും പറ്റത്തില്ല. സോ നിങ്ങൾ ഇവിടെ ഫോക്കസ് കൊടുക്കേണ്ടത് നമ്മുടെ അറ്റ്മോസ്ഫിയർ എന്നുള്ള ഒരു ഭാഗം, അറ്റ്മോസ്ഫിയർ ലെയേഴ്സ് ഒക്കെ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ഫോക്കസ് കൊടുത്ത് പഠിക്കുക. അവിടെ നിന്ന് PSC 5 മുതൽ 6 വരെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഏരിയ ആണ് റോക്സ് എന്ന് പറയുന്നത്. റോക്സിൽ തന്നെ പ്രൈമറി റോക്സ്, മെറ്റാമോർഫിക് റോക്സ്, ഈ റോക്സിൻ്റെയൊക്കെ സവിശേഷതകൾ നിങ്ങളൊന്ന് ഐഡന്റിഫൈ ചെയ്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ ഈ ഓരോ റോക്സിനും എക്സാമ്പിൾസും കൂടി പഠിച്ചു വെക്കുക. ആ രീതിയിലാണ് റോക്സ് എന്നുള്ള ഭാഗത്തു നിന്ന് PSC ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. 4 മുതൽ 5 വരെ ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്ന് വന്നിട്ടുണ്ട്. അടുത്തൊരു പ്രധാനപ്പെട്ട ഏരിയ ആണ് പ്രഷർ ബെൽറ്റ് ആൻഡ് വിൻഡ് എന്ന് പറയുന്നത്. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേഖലയാണ്. സോ ഈ ഒരു ഭാഗത്ത് നിന്ന് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും PSC ചോദ്യം ചോദിച്ചിട്ടുണ്ട്. 6 മുതൽ 7 വരെ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ നിന്ന് വന്നേക്കുന്നത്. അപ്പം ഈ ഒരു മർദ്ദ മേഖലകളും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ് എർത്ത് സ്ട്രക്ചർ എന്ന് പറയുന്നത്. എർത്ത് സ്ട്രക്ചറിലേക്ക് വരുമ്പം നമ്മുടെ ഇന്റീരിയർ ഓഫ് എർത്ത്, ക്രസ്റ്റ്, മാൻഡിൽ, കോർ എന്നൊക്കെയുള്ള ഭാഗമുണ്ട്. സോ നിങ്ങൾ അത് ഓരോന്നിൻ്റെയും ഫീച്ചർ ഐഡന്റിഫൈ ചെയ്ത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. മാച്ച് ദ ഫോളോയിങ് ആയിട്ടും സ്റ്റേറ്റ്മെന്റ് ആയിട്ടും ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. 2 മുതൽ 3 വരെ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ നിന്നും ചോദിച്ചിട്ടുള്ളത്. ഇന്ത്യൻ ജോഗ്രഫിയിലേക്ക് വരുമ്പം PSC ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഇന്ത്യൻ ഫിസിയോഗ്രഫി ആൻഡ് റിവേഴ്സ് ആണ്. ഫിസിയോഗ്രഫിയിൽ തന്നെ നോർത്തേൺ മൗണ്ടെയിൻ സിസ്റ്റം, നമ്മുടെ ഹിമാലയാസിന്റെ മേഖലയൊക്കെയാണ് കൂടുതലും PSC ചോദിച്ചു കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ നോർത്തേൺ പ്ലെയിൻസും ചോദിക്കാറുണ്ട്. ഇവിടെ നിന്ന് 5 മുതൽ 6 വരെ ക്വസ്റ്റ്യൻസ് ആണ് PSC ചോദിച്ചിട്ടുള്ളത്. റിവർ സിസ്റ്റവും കൂടി നിങ്ങളൊന്ന് നോക്കി വെക്കുക. അവിടെ ഫോക്കസ് ചെയ്ത് നോക്കേണ്ട റിവേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഹിമാലയൻ റിവേഴ്സും പെനിൻസുലാർ റിവേഴ്സും ആണ്. പെനിൻസുലാർ റിവേഴ്സിന് കുറച്ച് ഫോക്കസ് ചെയ്ത് നിങ്ങൾ അവിടെ പഠിക്കുക. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ ആണ് കേരളത്തിലെ പ്രധാനപ്പെട്ട നദികൾ എന്ന് പറയുന്നത്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് കേരള റിവേഴ്സിന്റെ ഏതെങ്കിലും ഒരു ഭാഗം ചോദ്യം കാണാറുണ്ട്. അപ്പോൾ നിങ്ങൾ കേരള ജോഗ്രഫിയിൽ ബാക്കിയൊന്നും പഠിച്ചില്ലെങ്കിൽ പോലും കേരള റിവേഴ്സ് എന്നുള്ള ഭാഗം ഒന്ന് പഠിച്ചിട്ട് പോവുക. മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ ആണ് നാഷണൽ വാട്ടർവേസ് എന്ന് പറയുന്നത്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നടക്കുന്ന എക്സാംസിലൊക്കെ നാഷണൽ വാട്ടർവേസിൽ നിന്നൊരു ക്വസ്റ്റ്യൻ കാണുന്നുണ്ട്. സോ നിങ്ങൾ ആ ഒരു നാഷണൽ വേസും കൂടി പഠിച്ചു വെക്കുക. പ്രത്യേകിച്ച് നാഷണൽ വേ നമ്പർ 3 ആണ് നിങ്ങൾ അവിടെ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. ഇനി എക്കണോമിക്സിലേക്ക് വരുമ്പം എക്കണോമിക്സ് എന്ന് പറയുന്നത് 5 മാർക്കാണ് നമുക്കവിടെ വെയിറ്റേജ് വരുന്നത്. ഇവിടെ ഈ ഒരു ഭാഗത്ത് PSC ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത്
നമ്മുടെ നാഷണൽ ഇൻകം എന്നുള്ള ഭാഗം തന്നെയാണ്. കുറച്ച് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഏരിയ ആണ്. എങ്കിൽ പോലും ഈ ഒരു ഭാഗം നിങ്ങൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ഷുവർ ഷോട്ടായിട്ട് 1 മാർക്ക് ഉറപ്പിക്കാൻ പറ്റും. സോ ഈ നാഷണൽ ഇൻകത്തിന്റെ ഭാഗം കൃത്യമായിട്ട് പഠിച്ചു പോവുക. മറ്റൊരു ഏരിയ ആണ് RBI മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. ഇവിടെ നിന്നും 12ഓളം ചോദ്യങ്ങൾ PSC ചോദിച്ചിട്ടുണ്ട്. ഇതും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു മേഖലയാണ്. RBI പഠിക്കാതെ നിങ്ങൾ ഒരിക്കലും ഇക്കണോമിക്സിന്റെ ഇത് പോവരുത്. ഓക്കെ, അടുത്തത് നമ്മുടെ PSCയുടെ ഫേവറേറ്റ് ഏരിയ ആയിട്ടുള്ള പ്ലാനിംഗ് ആണ്. പ്ലാനിങ്ങിൽ തന്നെ ഈ 5 ഇയർ പ്ലാൻസ് കാണാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. 5 ഇയർ പ്ലാൻസിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട 5 ഇയർ പ്ലാൻസ്, 5 ഇയർ പ്ലാൻ 1, 2, 3, അതുപോലെ തന്നെ 5, 9, 10, 12 എന്നിവയാണ്. ഇത്രയും 5 ഇയർ പ്ലാൻസ് നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കുക. അപ്പം 5 ഇയർ പ്ലാൻസിന്റെ ഭാഗത്ത് നിന്ന് 7 തൊട്ട് 8ഓളം ക്വസ്റ്റ്യൻസ് PSC ചോദിച്ചിട്ടുണ്ട്. എക്കോണമിയിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ ആണ് സെക്ടേഴ്സ് ഓഫ് എക്കോണമി ആൻഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഏരിയ ഒക്കെ പഠിക്കാൻ വളരെ സിമ്പിളാണ്. അത് നിങ്ങൾക്ക് ഒരു അരമണിക്കൂർ കൊണ്ടാണെങ്കിലും പഠിച്ച് തീർക്കാവുന്നതാണ്. അവിടെ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ആ ഏരിയയും കൂടി നിങ്ങളൊന്ന് നോക്കിയിട്ട് പോവുക. മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ ആണ് പ്ലാനിംഗ് കമ്മീഷനും നീതി ആയോഗും. നീതി ആയോഗിൽ നിന്നൊക്കെ PSC ഇടയ്ക്കിടയ്ക്ക് ഇപ്പം ചോദിച്ച് കാണുന്നുണ്ട്. നീതി ആയോഗിന് കറണ്ട് അഫയേഴ്സ് റിലേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പോൾ അത് കറണ്ട് അഫയേഴ്സിന്റെ സെക്ഷനിലാണ് വരുന്നത്. എങ്കിൽ പോലും നിങ്ങൾ നീതി ആയോഗ് കൃത്യമായി പഠിച്ചിട്ട് പോവുക. ഇനി നിങ്ങൾ സിവിക്സിലേക്ക് വരികയാണെങ്കിൽ സിവിക്സിനും 5 മാർക്കാണ് വെയിറ്റേജ് വരുന്നത്. ഈ 5 മാർക്കിൽ സിവിക്സിന്റെ സിലബസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. പക്ഷെ അതെല്ലാം പഠിച്ചിട്ട് പോവാന്നുള്ളത് പ്രാക്ടിക്കൽ അല്ല. സോ നിങ്ങൾ ഈ ഒരു ഏരിയയിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഐഡന്റിഫൈ ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. സോ ഈ ഒരു ഭാഗത്ത് എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ, ഗവൺമെന്റിന്റെ 3 വിങ്സ് ആണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത്. ഇവിടെ നിന്ന് 12 തൊട്ട് 13 വരെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇതിൽ തന്നെ ജുഡീഷ്യറിയിൽ നമ്മുടെ സുപ്രീം കോർട്ടുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ലെജിസ്ലേച്ചറിലേക്ക് വരുമ്പോൾ പാർലമെന്റിന്റെ ഫീച്ചേഴ്സും പാർലമെന്റിന്റെ പ്രധാനപ്പെട്ട ഓർഗൻസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. എക്സിക്യൂട്ടീവിൽ നിങ്ങൾ പ്രസിഡന്റ്, ഗവർണർ, വൈസ് പ്രസിഡന്റ് തുടങ്ങിയ ആളുകളെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഈ ഒരു ഭാഗത്ത് നിന്ന് 12ഓളം ക്വസ്റ്റ്യൻസ് PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. സോ ആ ഒരു ഏരിയ പഠിക്കാതെ നിങ്ങൾ പോകരുത്. ഇനി നമുക്ക് പറയാനുള്ളത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ആണ്. ഇത് സിവിക്സിന്റെ ഭാഗത്തും അതുപോലെ തന്നെ എക്കണോമിക്സിന്റെ ഭാഗത്തും കയറി വരുന്ന ഒരു ഏരിയ ആണ്. ഇത് കറണ്ട് അഫയേഴ്സ് റിലേറ്റ് ആയിട്ടും PSC ചോദിക്കാറുണ്ട്. ഇവിടെ നിന്ന് 6 മുതൽ 7 വരെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്നുള്ളത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം. ഓരോ ക്ലോസും എടുത്ത് തന്നെ പഠിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട ആക്ടാണ് നമ്മുടെ റൈറ്റ് ടു ഇൻഫർമേഷൻ എന്നുള്ളത്. റൈറ്റ് ടു ഇൻഫർമേഷൻ കമ്മീഷനും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇവിടെ നിന്നും PSC 5 മുതൽ 6ഓളം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് RTIയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ ആണ് ഇന്ത്യൻ സിവിൽ സർവീസ്. നമ്മുടെ പ്രിലിമിനറി പരീക്ഷ സ്റ്റാർട്ട് ചെയ്ത, അതായത് ഇപ്പോഴത്തെ മോഡലിലുള്ള എക്സാംസ് സ്റ്റാർട്ട് ചെയ്ത ആദ്യ പേപ്പറുകൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഈ ഒരു ഇന്ത്യൻ സിവിൽ സർവീസ് എന്നുള്ളത് ഉണ്ടായിരുന്നു. ഇപ്പം ഈ ഒരു ഇന്ത്യൻ സിവിൽ സർവീസ് എന്നുള്ള ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും നമുക്ക് പറയാൻ പറ്റില്ല, ചിലപ്പം ഈ ഒരു പരീക്ഷയിൽ വീണ്ടും കയറി വന്നേക്കാം. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സിവിൽ സർവീസ് എന്നുള്ള ഭാഗം കൂടി നിങ്ങളൊന്ന് പഠിച്ചിട്ട് പോകണം. അവിടെ നിന്നും 6ഓളം ക്വസ്റ്റ്യൻസ് PSC ചോദിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ ആണ് വാട്ടർഷെഡ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇത് കറണ്ട് അഫയേഴ്സ് മിക്സ് ചെയ്തിട്ടായിരിക്കും ചോദിക്കാൻ സാധ്യത കൂടുതൽ. നമ്മുടെ റാംസാർ സൈറ്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഒരു ഭാഗത്തു നിന്ന് വരാൻ സാധ്യതയുണ്ട്. സോ നിങ്ങളിവിടെ റാംസാർ സൈറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ട് ഇരിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ ആണ് ലോക്പാൽ ആൻഡ് ലോകായുക്ത എന്ന് പറയുന്നത്. അവിടെ നിന്നും 2 തൊട്ട് 3ഓളം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിലെ പ്രധാനപ്പെട്ട അപ്പോയിൻമെന്റ്സും കാര്യങ്ങളൊക്കെയാണ് അവിടെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കേണ്ടത്. കൂടുതലായിട്ട് ആക്ടിലേക്ക് ഇറങ്ങി പഠിച്ചില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് അതിൻ്റെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി പോവുക, അപ്പോയിൻമെന്റ്സ് നോക്കി പോവുക. ഇനി ഈ ഒരു ഭാഗത്ത് തന്നെ നമ്മുടെ കറണ്ട് അഫയേഴ്സിലോട്ടേക്ക് വരുമ്പം വെൽഫെയർ സ്കീംസിൽ നിന്നും 10ലധികം ചോദ്യങ്ങൾ PSC ചോദിച്ചിട്ടുണ്ട്. അപ്പം കേരളത്തിലെ പ്രധാനപ്പെട്ട വെൽഫെയർ സ്കീംസ് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഇത് സിവിക്സിന്റെ ഭാഗത്തും അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്തും കയറി വരുന്നതായിരിക്കും. ഇനി നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെയും ഭരണഘടനയുടെ ഭാഗത്തും 5 മാർക്കാണ് നമുക്ക് വെയിറ്റേജ് ഉള്ളത്. ഇവിടെയും നമുക്ക് പഠിക്കാൻ ഒരുപാട് വലിയ സിലബസ് ആണുള്ളത്. നമുക്കത് ഫുള്ളൊന്നും പഠിച്ചിട്ട് പോകാൻ പറ്റത്തില്ല. അപ്പം ഇവിടെയും നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, പ്രധാനപ്പെട്ട ഏരിയാസ് മാത്രം ഫോക്കസ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇതിൽ തന്നെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്നുള്ളത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു ദിവസം കൊണ്ട് തന്നെ അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് തന്നെ ഈ ഒരു ഏരിയ നമുക്ക് റിവൈസ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. സോ നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി മസ്റ്റായിട്ടും പഠിക്കണം. 7ഓളം ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് വന്നിട്ടുണ്ട്. മറ്റൊരു ഏരിയ ആണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്, DPSP,
ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. നമ്മൾ പൊളിറ്റി പഠിക്കുന്ന എല്ലാവരും ആദ്യം പഠിക്കുന്ന ഏരിയയാണ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാവും, നിങ്ങൾ പഠിച്ചതായിരിക്കും. അവിടെ നിന്നും 9 മുതൽ 10 വരെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഉള്ള ദിവസങ്ങളിൽ മാക്സിമം റിവൈസ് ചെയ്യുക. ഇത് റിവൈസ് ചെയ്യുകയും മാക്സിമം ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താലും മതിയാകും. ഇനി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കിട്ടാനില്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെ എടുത്ത് പ്രാക്ടീസ് ചെയ്താൽ മതി. ഓക്കെ, അടുത്താണ് പ്രിയാമ്പിളും നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ബേസിക് ഫീച്ചേഴ്സ് എന്നും പറയുന്നത്. ഇവിടെ നിന്നും 6ഓളം ക്വസ്റ്റ്യൻസ് PSC ചോദിച്ചിട്ടുണ്ട്. പ്രിയാമ്പിൾ കൃത്യമായിട്ട് പഠിച്ചു പോവുക, പ്രിയാമ്പിളിൻ്റെ ഓരോ ഫീച്ചേഴ്സും എടുക്കുക, പ്രിയാമ്പിളിൽ കൊടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ടേംസും പ്രിയാമ്പിളിൽ കൊടുത്ത ആ ഒരു ഡേറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി പോവുക. മറ്റൊരു ഏരിയ ആണ് അമെൻമെൻറ്റ്സ്. അമെൻമെൻറ്റ്സ് പഠിക്കുമ്പം നമുക്ക് പ്രധാനമായിട്ടും ഒരുപാട് അമെൻമെൻറ്റ്സ് പഠിക്കാനുണ്ട്. 44, 42, 73, 74, പിന്നെ 100 മുതൽ 106 വരെ. ഇത്രയും അമെൻമെൻറ്റ്സ് നിങ്ങൾ മസ്റ്റായിട്ടും പഠിച്ചിട്ടേ പോകാവുള്ളൂ. ഈ ഒരു അമെൻമെൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ നിന്നും 9 മുതൽ 10ഓളം ക്വസ്റ്റ്യൻസ് PSC ചോദിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ ആണ് എമർജൻസി എന്ന് പറയുന്നത്. എമർജൻസി ഇപ്പോഴത്തെ നിലവിലെ കറണ്ട് അഫയേഴ്സ് സിറ്റുവേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വാറും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് ഈ ഒരു എമർജൻസിയുടെ ഇമ്പോർട്ടൻസ് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു സമയമാണ്. സോ എമർജൻസി എന്നുള്ളൊരു സാധനം നിങ്ങൾ കൃത്യമായിട്ടൊന്ന് പഠിച്ചിട്ട് പോവുക. മേ ബി ക്വസ്റ്റ്യനിൽ കയറി വരാൻ സാധ്യതയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ ആണ് പഞ്ചായത്തി രാജ് എന്ന് പറയുന്നത്. പഞ്ചായത്തി രാജിൽ നിന്ന് ഒരുപാട് വെയിറ്റേജ് ഇല്ല എങ്കിൽ പോലും ഈ ഒരു ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത കാണുന്നുണ്ട്. സോ ഇവിടെ നിന്ന് 3 തൊട്ട് 4 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നേക്കുന്നത്. നിങ്ങൾ പഞ്ചായത്തി രാജിലെ പ്രധാനപ്പെട്ട കമ്മിറ്റീസും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പഠിച്ചു പോവുക. പഞ്ചായത്തി രാജിൻ്റെ സ്ട്രക്ചറും കൂടി നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഇനിയുള്ളത് എല്ലാവർക്കും വളരെ ഡ്രൈ ആയതും നമുക്ക് വളരെ ബോറടിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇവിടെ 10 മാർക്കാണ് വെയിറ്റേജ് ഉള്ളത്. ആർട്ട്, കൾച്ചർ, സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചർ എന്നുള്ള ഭാഗം. ഈ ഒരു ഭാഗത്ത് വളരെ വാസ്റ്റ് ആയിട്ട് കിടക്കുകയാണ്, ഒരുപാട് പഠിക്കാനുണ്ട്. കറണ്ട് അഫയേഴ്സ് റിലേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് എല്ലാ ക്വസ്റ്റ്യൻസും വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ഒന്ന് മലയാള സിനിമയാണ്. മലയാള സിനിമയിൽ നിന്ന് എല്ലാ തവണയും PSC ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. 12ഓളം ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ 11 ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. അടുത്തതാണ് എഴുത്തുകാർ, തൂലികാ നാമങ്ങൾ എന്നുള്ളത്. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് ഏതെങ്കിലും ഒരു എഴുത്തുകാരനെ പറ്റിയോ അതിൻ്റെ തൂലികാ നാമത്തെ പറ്റിയോ ചോദ്യം കാണാറുണ്ട്. 5 തൊട്ട് 6 വരെ ക്വസ്റ്റ്യൻസ് ഈ ഒരു ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ ആണ് കൃതികൾ, കഥാപാത്രങ്ങൾ. ഒന്നെങ്കിൽ PSC ചോദിക്കുക എഴുത്തുകാരെയോ അവരുടെ തൂലികാനാമോ ആയിരിക്കും, അല്ലെങ്കിൽ PSC ചോദിക്കുക ഏതെങ്കിലും ഒരു കൃതി എടുത്തിട്ട് ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ തന്നിട്ട് ഇത് ഏത് കൃതിയിലെ എന്നുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇവിടെ നിന്നും PSC 4ഓളം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ ലിറ്ററേച്ചറിൽ ഏറ്റവും കുറഞ്ഞത് ഇതെങ്കിലും പഠിച്ചു വെക്കുക. ഇനി നമ്മൾ നമ്മുടെ ആർട്ടിലേക്ക് വരുമ്പം കേരളത്തിലെ പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ, ആഘോഷങ്ങൾ എന്നുള്ള മേഖലയാണ്. ഈ മേഖലയിൽ നിന്ന് 9ഓളം ക്വസ്റ്റ്യൻസ് PSC ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട സാംസ്കാരിക നായകന്മാരെ പറ്റിയും PSC ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. 6ഓളം ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്ന് വന്നിട്ടുണ്ട്. മറ്റൊരു സ്പോർട്സിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ട ഏരിയ എന്ന് പറയുന്നത് ഒന്ന് ഒളിമ്പിക്സ് ആണ്. ലേറ്റസ്റ്റ് കഴിഞ്ഞിട്ടുള്ള ഒളിമ്പിക്സിനെ പറ്റി നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക, ചോദിക്കാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന് ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ്, അതുപോലെ തന്നെ സാഫ് ഗെയിംസ്. ഇത് കറണ്ട് അഫയേഴ്സ് റിലേറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ സ്പോർട്സ് എന്നുള്ള ഏരിയ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കറണ്ട് അഫയേഴ്സിൽ നിങ്ങൾ മാക്സിമം അപ്ഡേറ്റ് ചെയ്യുക. കറണ്ട് അഫയേഴ്സിൽ കൂടുതലും ക്വസ്റ്റ്യൻസ് വരുന്നത് ഈ ഒരു ആർട്ട്, ലിറ്ററേച്ചർ ആൻഡ് സ്പോർട്സ് എന്നുള്ള മേഖലയിൽ നിന്ന് തന്നെയായിരിക്കും. അപ്പം ഏറ്റവും ലേറ്റസ്റ്റ് വന്നേക്കുന്ന അവാർഡ്സുകളും കാര്യങ്ങളൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്യുക. ഇനി നമുക്ക് ഇഷ്ടമല്ലാത്ത മറ്റൊരു മേഖലയാണ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത്. പലരും വളരെ ബുദ്ധിമുട്ടാണെന്ന് പറയുന്ന ഒരു ഏരിയ ആണ്. ഈ ഒരു ഏരിയ ഇങ്ങനെ വാസ്റ്റ് ആയിട്ട് കിടക്കുകയാണ്. സിലബസ് എന്ന് പറയുന്നത് ഒരു പേജ് മൊത്തം സയൻസ് ആൻഡ് ടെക്നോളജി തന്നെയാണ്. അപ്പം ഈ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് ISROയും അതിൻ്റെ മിഷൻസും ആണ്. ഇതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ തവണ PSC ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നിന്ന് 13ഓളം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇപ്പം ഇതും കറണ്ട് അഫയേഴ്സ് റിലേറ്റ് ചെയ്തിട്ടാണ് വന്നേക്കുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ISRO വിക്ഷേപിച്ച മിഷൻസ് ഏതൊക്കെ, അല്ലെങ്കിൽ ISROന്റെ സക്സസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെ, ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ഒരു ഭാഗത്ത് നിന്ന് വരിക. അടുത്തൊരു പ്രധാനപ്പെട്ട ഏരിയ ആണ് ക്ലൈമറ്റ് ചേഞ്ച്, എൻവയോൺമെന്റൽ പോളിസീസ്, എക്കോളജി ആൻഡ് ബയോഡൈവേഴ്സിറ്റി. ഇതും കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണെങ്കിൽ പോലും ഈ ഒരു ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് ഈ ഒരു എൻവയോൺമെന്റൽ പോളിസി എന്നുള്ള ഭാഗത്ത് നിന്നൊക്കെ PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിച്ച് കാണുന്നുണ്ട്. 14ഓളം ക്വസ്റ്റ്യൻസ് ഈ ഒരു മേഖലയിൽ നിന്ന് വന്നിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ ആണ് പൊല്യൂഷൻ, ഗ്ലോബൽ വാർമിംഗ് എന്നൊക്കെ പറയുന്നത്. ഇത് ഈസിയാണ്. ഈ ഒരു CBT റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കുക. 4ഓളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തീരെ സമയമില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ഏരിയ ഒന്നും തീരെ കവർ ചെയ്തിട്ടില്ലെങ്കിൽ ഓക്കെ, ഞാൻ ഈ പറഞ്ഞ ISRO മിഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി വെച്ചോളാം. ഇനി കുറച്ച് നിങ്ങൾ ഓൾറെഡി കവർ ചെയ്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് മാക്സിമം റിവൈസ് ചെയ്യുക.
പിന്നെ നമ്മുടെ ഹെൽത്ത് കെയർ മിഷൻസും അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സ്കീംസും PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. 4 തൊട്ട് 5 വരെ ക്വസ്റ്റ്യൻസ് ഈ ഒരു ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട എല്ലാ സ്കീംസും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് അറിഞ്ഞിരിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ ആണ് നൊബേൽ പ്രൈസ് എന്ന് പറയുന്നത്. അത് പ്രധാനമായിട്ടും സയൻസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ നൊബേൽ പ്രൈസ് വിന്നേഴ്സിനെയും നിങ്ങൾ അറിഞ്ഞിരിക്കണം. കറണ്ട് അഫേഴ്സിന്റെ ഭാഗത്തു നിന്നാണ് കൂടുതലും വരുന്നത്. നമുക്കത് സയൻസ് ആൻഡ് ടെക്നോളജിയിലും കൂടി ഉൾപ്പെടുത്താവുന്നതാണ്. 6ഓളം ക്വസ്റ്റ്യൻസ് PSC ചോദിച്ചിട്ടുണ്ട്, റിപ്പീറ്റഡ് ആണത്. അപ്പം എല്ലാ വർഷത്തെയും നൊബേൽ പ്രൈസ് വിന്നേഴ്സിനെ നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അടുത്തൊരു പ്രധാനപ്പെട്ട ഏരിയ ആണ് എനർജി റിക്വയർമെന്റ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. 7ഓളം ക്വസ്റ്റ്യൻസ് അവിടെ നിന്നും വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയയും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് വായിച്ചിട്ട് പോവുക. ഇനി PSCയിലെ നമ്മുടെ ഈ ഒരു ഡിഗ്രി ലെവൽ പ്രിലിമിനറി സിലബസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും IT ആണ്. കാരണം അവിടെ നമുക്ക് പഠിക്കാൻ കുറഞ്ഞ ടോപ്പിക്സേ ഉള്ളൂ. അവിടെ നമുക്ക് 5 മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ നിങ്ങൾ ITയിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് ഹാർഡ്വെയർ ആണ്. ഹാർഡ്വെയറിൽ 16ഓളം ക്വസ്റ്റ്യൻസ് PSC ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മസ്റ്റായിട്ടും ഹാർഡ്വെയർ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകണം. അതുപോലെ തന്നെ സോഫ്റ്റ്വെയറും പഠിച്ചിട്ട് പോവുക. അവിടെ നിന്നും 12ഓളം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, ഇപ്പൊ PSCയുടെ ഒരു ഫേവറേറ്റ് ഏരിയ ആണ് ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളതും ഈ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്നുള്ള ഏരിയ തന്നെയാണ്. സോ നിങ്ങൾ ഒരിക്കലും കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് പഠിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യരുത്, പരീക്ഷ എഴുതാൻ പോകരുത്. നിങ്ങൾക്ക് ഇവിടെ നിന്നും ഉറപ്പായിട്ടും 1 മാർക്ക് ഉറപ്പിക്കാവുന്നതാണ്. 10 മുതൽ 12ഓളം ക്വസ്റ്റ്യൻസ് PSC ഓൾറെഡി ചോദിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ ആണ് ഇന്റർനെറ്റ് എന്നുള്ളത്. ഈ ഒരു ഭാഗത്തുനിന്നും PSC ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ ആണ് സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ് എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗത്തുനിന്ന് 8 മുതൽ 9ഓളം ക്വസ്റ്റ്യൻസ് ആണ് PSC ചോദിച്ചു കണ്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ITയുടെ ഈ ഒരു മേഖല പഠിച്ചു തന്നെ പോവുക. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നമുക്ക് പഠിക്കേണ്ട 50 ടോപ്പിക്സ് ഏതൊക്കെയെന്നാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഈ 50 ടോപ്പിക്കെങ്കിലും നിങ്ങൾ കുറഞ്ഞത് പഠിച്ചിട്ട് പോവുക. അത് മാക്സിമം റിവൈസ് ചെയ്യുക. അപ്പം ഇത്തരത്തിൽ ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ എന്തും കൂടി ചെയ്യണം, MEM ഫോക്കസ് ചെയ്യണം. അപ്പം നിങ്ങൾ GKയുടെ ഭാഗത്തു നിന്ന് 25 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുകയും അതുപോലെ തന്നെ നോൺ GK പോർഷൻ നമ്മുടെ MEMന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്കൊരു 40 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെങ്കിൽ പോലും നിങ്ങൾക്ക് അവിടെ 65 മാർക്ക് കിട്ടി. 65 മാർക്ക് കിട്ടുക എന്ന് വെച്ചാൽ നിങ്ങൾ സേഫ് സോണിൽ തന്നെയാണെന്നാണ് അതിന്റെ അർത്ഥം. കാരണം PSCയുടെ കട്ട് ഓഫ് ഒരിക്കലും 55 മുകളിലോട്ടേക്ക് പോകാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല. കഴിഞ്ഞ 11 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോഴും 11 എക്സാംസ് എടുത്ത് നോക്കുമ്പോഴും PSCയുടെ കട്ട് ഓഫ് നിൽക്കുന്നത് 45നും 52നും ഇടയിലാണ്. സോ നിങ്ങൾ എപ്പോഴും ഈ ഒരു 65 മാർക്കിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു കട്ട് ഓഫ് റേഞ്ചിലേക്ക് എത്തുക എന്നുള്ളതാണ് സ്വപ്നം കാണേണ്ടത്. ആ ഒരു റേഞ്ചിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. പ്രിലിമിനറി പരീക്ഷ എന്ന് പറയുന്നത് നമുക്ക് റാങ്ക് വാങ്ങിക്കുക എന്നുള്ളതല്ല നമ്മുടെ ഇന്റൻഷൻ, കട്ട് ഓഫ് കിടക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്റൻഷൻ. അപ്പോൾ നിങ്ങൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നെക്സ്റ്റ് കുറച്ച് ദിവസങ്ങൾ നിങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിലും അതിപ്പോൾ തന്നെ ചെയ്യുക. അല്ലാതെ അത് ഡിലേ ചെയ്ത് വെച്ച് നാളെ പഠിക്കാം അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞ് പഠിക്കാം എന്നുള്ളത് വെക്കാനുള്ള സമയം നമുക്കില്ല. അപ്പോൾ പഠിക്കാനുള്ളത് നിങ്ങൾ ഇപ്പം തന്നെ കൃത്യമായിട്ട് പഠിച്ചു പോവുക. ഞാൻ പറഞ്ഞതുപോലെ ഏറ്റവും കുറഞ്ഞത് ഈ 50 ടോപ്പിക്സ് എങ്കിലും പഠിച്ചിട്ട് മാത്രമേ നിങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടി പാടുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫേസ് എക്സാം നടക്കാൻ പോകുന്നത് മെയ് 24നും സെക്കൻഡ് ഫേസ് എക്സാം നടക്കാൻ പോകുന്നത് ജൂൺ 28നുമാണ്. ഓക്കെ, അപ്പോൾ ഈ മെയ് 24 മുതൽ മെയ് 28 വരെ സെക്കൻഡ് ഫേസിലേക്കുള്ള ഡിസ്റ്റൻസിൽ നമുക്കൊരു 30ഓളം ദിവസങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പം സെക്കൻഡ് ഫേസുകാരോടാണ് പറയാനുള്ളത്, ഈ ഒരു 30ഓളം ദിവസങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഈ ഒരു ഫസ്റ്റ് ഫേസിൽ വന്ന ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട് വേണം ഈ ഒരു സെക്കൻഡ് ഫേസിലേക്ക് നിങ്ങൾ ഈ ഒരു 30 ഡേയ്സ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്ന് കരുതി ഞാൻ പറയാൻ പോകുന്നത് ഫസ്റ്റ് ഫേസ് മാത്രം, അതായത് ഫസ്റ്റ് ഫേസിൽ വന്ന ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ സെക്കൻഡ് ഫേസിൽ വരുമെന്നല്ല. പക്ഷെ നമുക്ക് റിലേറ്റഡ് ടോപ്പിക്സ് നമുക്ക് എന്ത് ചെയ്യാം, ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഫസ്റ്റ് ഫേസിൽ വന്ന ആ ഒരു ഏരിയാസ് ഒക്കെ തന്നെ ആയിരിക്കും സെക്കൻഡ് ഫേസിലും വരാൻ വേണ്ടി സാധ്യത. അപ്പം നിങ്ങൾ സെക്കൻഡ് ഫേസ് എഴുതാൻ പോകുന്നവർ എന്ത് ചെയ്യുക, മസ്റ്റായിട്ടും ഈ ഒരു ഫസ്റ്റ് ഫേസിനെ ബേസ് ചെയ്തിട്ട് പഠിച്ചു തുടങ്ങുക. അപ്പം നമ്മൾ മിറാക്കിൾ എന്നുള്ളൊരു ബാച്ച് സക്സസ്ഫുള്ളി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഒരു ബാച്ചിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പുതിയ ബാച്ചാണ് മിറാക്കിൾ 2.0 എന്ന് പറയുന്നത്. ഇത് സെക്കൻഡ് ഫേസുകാരെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ബാച്ചാണ്. ഈ ബാച്ചിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ഫേസ് എക്സാം റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് എല്ലാം കവർ ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു 30 ഡേയ്സ് സ്റ്റഡി പ്ലാനും അതുപോലെ തന്നെ വീക്ക്ലി
3 ലൈവുകൾ വെച്ച് ടോട്ടൽ 12 ലൈവ് ക്ലാസ്സുകളും അതുപോലെ തന്നെ 10 മോഡൽ എക്സാംസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം സെക്കൻഡ് ഫേസിലോട്ട് എക്സാമിന് പോകുന്നവരെല്ലാം കൃത്യമായിട്ട് പഠിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസ് കാണുന്നതിനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്